ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വിംബിൾ അക്കാദമി സംഘടിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് വെബിനാർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ആഴ്ചയും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് സംഘടിപ്പിക്കുന്നുണ്ട്. മാക്സിമം കുട്ടികളിലേക്കും പാരൻസിലേക്കും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വിദ്യാർത്ഥികളും പാരൻസും ഒരുപോലെ പങ്കെടുക്കേണ്ട ഒരു ക്ലാസ് ആണിത്. There is no shortcut to success. ഇതാണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. വിജയത്തിലേക്ക് എത്താൻ ശരിയായിട്ടുള്ള ദിശയും കൃത്യമായ പ്ലാനിങ്ങും തുടർച്ചയായ പരിശ്രമവുമാണ് വേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിലുള്ള സത്യം, അല്ലേ? എല്ലാവർക്കും ഷോർട്ട് കട്ട് എന്താണ് എളുപ്പവഴി എന്നുള്ളതാണ് നമ്മളടക്കം എല്ലാവർക്കും ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ ചോദിക്കാറുള്ളത്. ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് റിട്ടയർഡ് ലെക്ചററും സൈക്കോളജിസ്റ്റും സ്റ്റുഡൻസ് കൗൺസിലറും ട്രെയിനറുമായിട്ടുള്ള അംബിക മാം ആണ്. മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. തുടങ്ങട്ടെ? തുടങ്ങിക്കോന്നു. ഓക്കെ. താങ്ക് യു ഷജില മാം ഫോർ ഗിവിംഗ് മീ ആൻ ഇൻട്രോ. അപ്പോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ടോപ്പിക് അവതരിപ്പിക്കാൻ ഒരു അവസരം തന്ന നമ്മുടെ വിൻബിൾ അക്കാദമിയുടെ ഡയറക്ടറായ ഫൈസൽ സാറിനും പിന്നെ അതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഷജില മാമിനും പിന്നെ അവിടുത്തെ എല്ലാ സ്റ്റാഫ് അംഗങ്ങളും എന്റെ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇതിന് ഇന്ന് ഈ ഒരു ചെറിയ ടോപ്പിക് കേൾക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമുക്കൊരു ഡിസ്കഷൻ പോലെ അങ്ങ് തുടരാം. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതവും നന്ദിയും സ്നേഹവും എല്ലാം അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ലേ മോളെ? ഞാൻ ഹോസ്റ്റ് ആക്കിടാട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ മാം, ചെയ്തോ. ഓക്കെ ഓക്കെ. ഹലോ. ഓക്കെ. ഇപ്പോ ആരെങ്കിലും ഒക്കെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടോ? എനിക്ക് കുറച്ച് പേരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. വീഡിയോയിലുള്ള ആരെയും കാണാൻ പറ്റുന്നില്ല. ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, സാറിന് കാണാൻ പറ്റുന്നുണ്ട്. വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഒക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്യുവോ? ഓക്കെ. കുഞ്ഞുങ്ങളാരും ഇല്ലേ? കുട്ടികളാരും എന്നിട്ടില്ല. വീഡിയോ ഓൺ ചെയ്ത ഹംസ സാറിന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ, വേറെ ആരെയും കാണുന്നില്ല. അപ്പൊ ഓക്കെ, കുറച്ച് പേരുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഞാൻ ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വേണു സാറുണ്ട്, സന്തോഷം. അപ്പൊ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്യുന്നവരെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പേരൻസും ഉണ്ട് എന്ന് പറയുന്നു, ആരെയും വീഡിയോയിൽ കാണുന്നില്ല. അപ്പൊ ചെറിയൊരു ഇന്ററാക്ഷൻ ആയാൽ കൊള്ളാമെന്നുണ്ട്. ആരെങ്കിലും ഒക്കെ സഹകരിക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും അതിനകത്തേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നും അതിൽ വലിയ ഷോർട്ട് കട്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ ഓക്കെ, ഞാൻ ലിസ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയുടെയും ഒരു ചെറുപ്പക്കാരന്റെയും കഥയാണ്.
അപ്പോ ഈ സന്യാസിയുടെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ എത്തുകയാണ്. അപ്പൊ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിലെ വിജയത്തിന് വേണ്ട ഒരു രഹസ്യം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സന്യാസി പറയുന്നുണ്ട്, ശരി, ഞാൻ നിനക്കത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെയും കൂട്ടി അദ്ദേഹം ഒരു നദിക്കരയിലേക്ക് പോവുകയാണ്. ഈ നദിക്കരയിൽ എത്തുമ്പോൾ ഈ ചെറുപ്പക്കാരനോട് പറയുന്നുണ്ട്, ഈ നദിയിൽ ആണ് ഈ വിജയത്തിന്റെ രഹസ്യം, അതായത് വിജയത്തിലേക്ക് എത്താനുള്ള രഹസ്യം ഈ നദിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, നിനക്കത് കണ്ടു എത്താം എന്ന് ആ ചെറുപ്പക്കാരനോട് പറയുകയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ആ നദിയിലേക്ക് ഇറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ആ നദിയിൽ നല്ല വെള്ളമുണ്ട്. അപ്പൊ അവന്റെ ഏകദേശം കഴുത്തറ്റം വരെ ആ വെള്ളത്തിലാണ് അവൻ മുങ്ങി നിൽക്കുന്നത്. അപ്പോ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഇത് എവിടെയാണ് ഗുരു ഈ രഹസ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നു. അപ്പോ ഈ സന്യാസി അല്ലെങ്കിൽ ഈ ഗുരു വെള്ളത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തെ അല്പം ഒന്ന് മുക്കി തല ഒന്ന് താഴ്ത്തി വെള്ളത്തിലേക്ക് താഴ്ത്തി പിടിക്കുന്നുണ്ട്. നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും അദ്ദേഹം പറയുന്നു, ഇല്ല ഗുരു, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ ഈ സന്യാസി അദ്ദേഹത്തിന്റെ തല, ഈ ചെറുപ്പക്കാരന്റെ തല പൂർണ്ണമായും ആ വെള്ളത്തിലേക്ക് മുക്കിപ്പിടിച്ചു. ഈ മുക്കിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അതിന് ഈ സന്യാസിയുടെ കൈകൾ തട്ടി മാറ്റി അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഗുരു, എന്താണ് ഈ കാണിച്ചത്? എന്താണ് ഇതിന്റെ രഹസ്യം? എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സന്യാസി പറയുന്നുണ്ട്, ഇതാണ് സക്സസിന്റെ അല്ലെങ്കിൽ വിജയത്തിലേക്കുള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ പൊരുതൽ, അല്ലെങ്കിൽ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ ഒരു ഷോർട്ട് കട്ടും ഇല്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പൊരുതി നിന്നാൽ മാത്രമാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നൊരു മെസ്സേജാണ് ഈ കഥ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ഈ കഥയിലൂടെ ഞാൻ തുടങ്ങുകയാണ്. അപ്പോ ഈ വിജയത്തിലേക്ക് എത്താൻ എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഷോർട്ട് കട്ട് മൂലം നമുക്ക് കിട്ടുന്ന വിജയം സുസ്ഥിരമാണോ, അത് ലോങ് ടൈമിലേക്കുള്ളതാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഓക്കെ, വാട്ട് ഈസ് സക്സസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടികളും ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ കുട്ടികളൊന്നും ഒരു മറുപടി പറയുമെന്ന് വിചാരിക്കുന്നു. ആരും ഇല്ല. ആർക്കെങ്കിലും ഒന്ന് പറയാമോ, എന്താണ് സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന്? കുട്ടികളില്ലെങ്കിൽ പാരന്റ്സ് ആയാലും ഒന്ന് പറഞ്ഞാൽ മതി. പറയാമോ? ഹലോ, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ തന്നെ പറയാം, സക്സസ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം നമ്മൾക്ക് അച്ചീവ് ചെയ്യുമ്പോഴാണ്, എന്തെങ്കിലും ഒരു ഗോള് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസിൽ എത്തി എന്ന് പറയാം. പക്ഷെ ആ ഗോൾ അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല, അവിടെ നമ്മൾക്ക് കുറച്ച് മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടും അതുപോലെ തന്നെ സമൂഹത്തില് അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് മറ്റൊരാൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് സക്സസ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരു ലക്ഷ്യം നേടുക മാത്രമല്ല, അതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ അത് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് കാണുന്നവരിൽ ഉണ്ടാക്കാനും കഴിയണം. എങ്കിൽ മാത്രമാണ് ഒരു സക്സസ് ആണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സക്സസിന്റെ ഡൈമെൻഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട്. പേഴ്സണൽ സക്സസ് ഉണ്ട്. പേഴ്സണൽ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തിപരമായതാണ്. അത് മെന്റൽ ഹെൽത്ത് ആവാം, ഫിസിക്കൽ ഹെൽത്ത് ആവാം, കോൺഫിഡൻസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അക്കാദമിക് സക്സസ് ഉണ്ട്. അപ്പൊ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ലേണിംഗ്, നോളജ്, ഇതൊക്കെയാണ് അതിനകത്ത് വരിക. അതുപോലെ പ്രൊഫഷണൽ ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, മോറൽ ഉണ്ട്, സ്പിരിച്വൽ ഉണ്ട്. ഇങ്ങനെ പലതരം ഡൈമെൻഷൻസിൽ നമുക്ക് സക്സസ്, ഒരു വ്യക്തിക്ക് സക്സസ് എന്നുള്ള ആ ഒരു വിജയം എന്ന് നമുക്ക് കൈവരിക്കാൻ കഴിയും. ഇതിനെല്ലാം ഡിഫറെന്റ് ഡൈമെൻഷൻസ് ആണ്. അപ്പൊ എന്തായാലും ഇനി സക്സസ്ഫുൾ, ഇപ്പൊ ഞാനിവിടെ കുട്ടികളുടെ സക്സസിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോ നമ്മള് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ്, ഒരു പൗരന് മാത്രമാണ് നമ്മൾ അടുത്ത ഒരു കുട്ടിക്ക് മാത്രമാണ് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൗരനായി തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ ഒരു യാത്രയിലേക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതത്തിലേക്ക് അവന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, കോൺഫിഡൻസ് വേണം. സക്സസ് ഈസ് നോട്ട് അബൌട്ട്
ഒരു ഹയസ്റ്റ് മാർക്ക് കിട്ടുക എന്നത് മാത്രമല്ല സക്സസ്. അതിനപ്പുറമായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയ, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയ, കൈൻഡ് ഉള്ള, എമ്പതറ്റിക് ആയ ഒരു, അല്ലെങ്കിൽ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, ഒരു സിറ്റിസൺ ആകുക എന്നുള്ളതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സക്സസ് എന്ന് പറയുമ്പോൾ. അപ്പൊ സക്സസ് ഇസ് ഡിഫറെന്റ് ഫോർ എവരിവൺ. എല്ലാവർക്കും സക്സസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരു മെച്ചുവേർഡ് ആയ ഒരാളെ കുറിച്ച് ചോദിച്ചാൽ സക്സസ് മീൻസ് എന്ന് ചോദിച്ചാൽ അവർ പറയും മണിയാണ് ആയിരിക്കാം, ചിലർക്ക് ഹാപ്പിനെസ് ആയിരിക്കാം, സമാധാനമായിരിക്കാം, റെസ്പെക്ട് ആയിരിക്കാം, നോളജ്, സർവീസ്, ഹെൽത്ത്, ഇങ്ങനെ ഡിഫറെന്റ് ഡെഫിനിഷൻസ്. അല്ലെങ്കിൽ സക്സസ് പലർക്കും പലതായിരിക്കും അതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ആയിരിക്കാം. കാരണം അവർക്ക് മാർക്ക് മാത്രമല്ല, കുറച്ച് മൂല്യങ്ങളും എല്ലാം റെസ്പോൺസിബിലിറ്റീസും എല്ലാം പാലിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ വിജയിക്കുമ്പോൾ മാത്രമാണ് അവർ സക്സസ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സക്സസ് ആയുള്ള ഒരു കുട്ടിക്ക് മാത്രമാണ് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിലേക്ക് വളർന്നെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ആരൊക്കെയാണ് ഒരു സക്സസ്ഫുൾ പേഴ്സൺ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് റിച്ച് ആയിട്ടുള്ള ആളാവാം, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടിയ ആളാവാം, ഫേമസ് ആയിട്ടുള്ള ആളാകാം, ടീച്ചർ ആണെങ്കിൽ സക്സസ് ആവോ, ഇങ്ങനെ പലവിധ സംശയങ്ങൾ നമുക്കുണ്ട്. ഒരു നല്ല ഫാർമർ ആയ സക്സസ്ഫുൾ ആയോ, അപ്പൊ ഇങ്ങനെ പലവിധ ചോദ്യങ്ങൾ നമുക്ക് വരാം. അപ്പൊ സക്സസ് ഈസ് നോട്ട് ഡിറ്റർമൈൻഡ് ബൈ യുവർ പ്രൊഫഷൻ. നമ്മുടെ പ്രൊഫഷനോ വെൽത്തോ അല്ലെങ്കിൽ പോപ്പുലാരിറ്റിയോ ഒന്നും കൊണ്ട് നമ്മൾ സക്സസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളെപ്പോഴും ഈ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ മീനിങ് ആയിട്ട് ഒരു ജീവിക്കുകയും അതുപോലെ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി സക്സസ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പം ഓക്കെ, ഇത് മറ്റൊരു കഥ ആണ്. ഇതിപ്പോ കഥ കേൾക്കാൻ കുട്ടികളാരും ഇല്ലാന്ന് തോന്നുന്നു, എങ്കിലും ഞാനൊരു കഥ പറയാണ്. അപ്പൊ ഒരു 3 ബ്രിക്ക് ലെയേഴ്സ് ആണ്. 3 ബ്രിക്ക് ലെയേഴ്സിന്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ബ്രിക്ക് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ മേസൺ എന്നൊക്കെ പറയും. അതുപോലെ അവര് ഇങ്ങനെ ബ്രിക്സ്, ഇഷ്ടികകൾ പണിത് ഉയർത്തുന്നവരാണ്. അപ്പോ ഒരു ട്രാവലർ അതിൽ കൂടെ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ബ്രിക്ക് ലെയേഴ്സിനോട് ചോദിക്കുന്നു, ആദ്യത്തെ ആളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജോലി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ബ്രിക്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഒരു കെട്ടിടം ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നു. രണ്ടാമനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഇത് ചെയ്യുന്നത് എനിക്ക് ഏർണിംഗ്, അതായത് എന്റെ ലിവിങ് കൊണ്ടുപോകാൻ ഒരു സോഴ്സാണ്, അതായത് ഇൻകം സോഴ്സിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. മൂന്നാമത്തെ ആളോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിത് ചെയ്യുന്നത് ഒരു സ്കൂൾ കെട്ടിടമാണ് ഈ പടുത്തുയർത്തുന്നത്. അത് ഇപ്പോ മാത്രമല്ല, അടുത്ത ജനറേഷനിലുള്ള കുട്ടികൾക്ക് കൂടി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതാണ് ഞാനിവിടെ പടുത്തുയർത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇവരെല്ലാവരും ഓരോ ജീവിതം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയെ ഡിഫറെന്റ് കാഴ്ചപ്പാടിലോട്ടാണ് കാണുന്നത്. പലതരത്തിലുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ മൂന്നാമന്റെ കാഴ്ചപ്പാടാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതായത് സമൂഹത്തിനു കൂടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ നമ്മുടെ സക്സസ് സമൂഹത്തിനു കൂടി ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് കൂടി എന്തെങ്കിലും ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സക്സസ് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ എഫേർട്സ് റിപ്പീറ്റഡ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. അതായത് സക്സസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് ഒരുപാട് ദിവസങ്ങളുടെ പ്രാക്ടീസ് മൂലമാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ കഴിയുക. അത് റോബർട്ട് കോളിയർ ആണ് അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇനി ഇത് ഫോർമുല ഫോർ സക്സസ്, അതൊരു ചെറിയ ഫോർമുലയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഫോർമുല ഫോർ സക്സസ് എന്ന് പറയുമ്പോൾ ഇത് ആദ്യം ഡ്രീം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡ്രീം ഉണ്ടായിരിക്കുക എന്ന് പറയുമ്പോൾ സ്വപ്നം കാണുക എന്ന്. ഈ ഡ്രീം എന്ന് പറഞ്ഞാൽ നൈറ്റിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ അബ്ദുൽ കലാം സാറാണ്. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ
അബ്ദുൽ കലാം സാറാണ് നമ്മളെ ഈ സ്വപ്നം കാണൂ എന്ന് പറഞ്ഞു പഠിപ്പിച്ചത്. ഈ സ്വപ്നം, വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവട്ടെ കുഞ്ഞുങ്ങൾക്ക്, എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും. അവർക്ക് വളർന്നു വരുന്ന തലമുറയാണ്, അവര് വലിയ സ്വപ്നങ്ങൾ കാണണം. അതുപോലെ തന്നെ ഗോൾ ഉണ്ടാകുക, ലക്ഷ്യത്തിലേക്ക് എത്തുക, ലക്ഷ്യം ഉണ്ടാകണം. അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യബോധം ഈ കുട്ടികൾക്ക് ഉണ്ടാകണം. അപ്പോ ഡ്രീം 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 ട്രാൻസ്ഫോം തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട്സ് ആക്ഷൻ. ഡ്രീംസ് എന്നുള്ളത് തോട്ടിലേക്ക് പോകും, തോട്ട് നമ്മളെ ആക്ഷനിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ, നമ്മുടെ ഡ്രീം സക്സസ്ഫുൾ ആക്കണം എന്നതിലേക്ക് നമുക്ക് ചെന്നെത്താൻ നമ്മുടെ ഈ ഡ്രീമും നമ്മുടെ ഗോളും നമ്മളെ സഹായിക്കും. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഒരു ഡ്രീം ഉണ്ടാകുക, അതുപോലെ നമ്മൾ ഗോൾ ഉണ്ടാവുക. ഈ ഗോൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ, അത് എപ്പോഴും ഒരു ലക്ഷ്യം മാത്രമൊന്നല്ല. ഡേ ടു ഡേ നമുക്ക് ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ലക്ഷ്യം എന്താണ്, ഇന്നത്തെ ഗോൾ എന്താണ്, ഇന്നത്തെ പർപ്പസ് എന്താണ് എന്നൊക്കെ നമുക്ക് ഓർത്ത് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഒരു ലോങ് ടൈമിലേക്ക് ഒരു ഗോൾ മാത്രമല്ല, ഒരുപാട് ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ ഓരോ ഗോളും നമ്മൾക്ക് സക്സസ്ഫുൾ ആയി കിട്ടാൻ നമുക്ക് അതിനു വേണ്ടി പരിശ്രമിക്കാം. അപ്പൊ അത് പരിശ്രമിക്കണം, അതുപോലെ ഡ്രീം ചെയ്യണം, വലിയ സ്വപ്നം കാണണം, അതുപോലെ ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ നമ്മുടെ കലാംജിയാണ് അത് പറഞ്ഞത്. അപ്പൊ ഇനി അടുത്തത് ഡിസിപ്ലിൻ ആണ്. ഈ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്കറിയാം ഡിസിപ്ലിൻ എന്താണ് എന്നുള്ളത്. അപ്പൊ ഈ ഡിസിപ്ലിൻ എല്ലാ രീതിയിലും നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരണം. ഇപ്പൊ നമ്മളിപ്പം നമ്മുടെ ടൈം മാനേജ്മെന്റിന്റെ കാര്യത്തിലായാലും നമ്മൾ ഡിസിപ്ലിൻ കൊണ്ടുവരണം, അല്ലെ? നമ്മളിപ്പോ രാവിലെ കുട്ടികളായാലും ആരായാലും ഒരു 5:30 എഴുന്നേൽക്കുക, അല്ലെങ്കിൽ 6 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് ഒരു കൃത്യത. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യത്തിലായാലും, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും, അല്ലെ, നമ്മൾ സൊസൈറ്റിയോട് പെരുമാറുന്നതിന്റെ കാര്യത്തിലായാലും എല്ലായിടത്തും നമ്മൾക്ക് ഈ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അന്നൊന്നും ഇങ്ങനെ പറഞ്ഞു തരാനുള്ള ആളുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ റിട്ടയർഡ് ലെക്ചറാണ്. അപ്പൊ ഇങ്ങനെയൊന്നും പറഞ്ഞു തരാനുള്ള ആളുകൾ ഉണ്ടായിട്ടില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ചില കുട്ടികളൊക്കെ ഇങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറുന്നത് ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജീവിതത്തിൽ അത് സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണം എന്ന് ഞാൻ ഇപ്പം ഊഹിക്കുന്നു. പക്ഷെ അന്നൊന്നും നമുക്കൊന്നും അതൊന്നും പറഞ്ഞു തരാനോ അത്തരത്തിലൊന്നും ലീഡ് ചെയ്യാനോ ആരും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ ഡിസിപ്ലിൻ ഇല്ലാണ്ട് പോയതിന്റെ ഒരു ബുദ്ധിമുട്ട് പിന്നീട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിലും നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് പെരുമാറാം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുക. സ്കൂളിൽ പോകേണ്ട സമയത്ത് സ്കൂളിലേക്ക് തന്നെ കൃത്യതയോടെ പോവുക. തിരിച്ചു വരേണ്ടത് അത് ലഞ്ച് ടൈം ആയാലും, അത് ഹോളിഡേയ്സിലായാലും, ഇത് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ ആ റുട്ടീൻ ഫോളോ ചെയ്യുക. കളിക്കേണ്ട സമയത്ത് കളിക്കുക, പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അതുപോലെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുക, വീണ്ടും ഉണരേണ്ട സമയത്ത് ഉണരുക. അതിനെല്ലാം നമ്മളൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അതിപ്പോ നമ്മുടെ ഫാമിലി സെറ്റപ്പിന്റെ കാര്യമായാലും, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും എവിടെയും നമുക്ക് അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിൽസ് ഒക്കെ ഉണ്ടാവും. അതേപോലെ ഇപ്പം അക്കാദമിക്കലി കുറെ മാർക്ക് കിട്ടിയ കുട്ടികളെല്ലാം സക്സസ് ആകും എന്നൊരു നിബന്ധനയൊന്നും എവിടെയും ഇല്ല. അതിനപ്പുറമായിട്ട് ഈ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് സ്കില്ലുണ്ടാവും. ചിലപ്പോൾ ആ കുട്ടികൾക്ക് കളിക്കാനായിരിക്കാം, ആർട്ട് വർക്കിലായിരിക്കാം, സ്കൾപ്ചറിലായിരിക്കാം, ഒരുപാട് സ്കില്ലുള്ള കുട്ടികളുണ്ട്. അപ്പൊ ഇത് സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഇന്ന് പ്രാക്ടീസ് ചെയ്തു, നാളെ അതങ്ങ് ഡ്രോപ്പ് ചെയ്യരുത്. ഏതിലാണോ ടാലന്റ് ഉള്ളത്, കഴിവുള്ളത്, അല്ലെങ്കിൽ സ്കില്ലുള്ളത്, അത് വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പ്രാക്ടീസ് ചെയ്യുക. അത് ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് ഫെയിലിയറിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫെയിലിയർ എന്ന് പറയുമ്പോൾ, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ. സക്സസ് എന്ന് പറയുമ്പോൾ വിജയം, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ പരാജയം. അപ്പൊ സക്സസിന്റെ ഓപ്പോസിറ്റ് ആണോ ഫെയിലിയർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആരുമില്ല. സക്സസിന്റെ ഓപ്പോസിറ്റ്, വിപരീതമല്ല ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. ഈ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും സക്സസിന്റെ ഒരു ഭാഗം തന്നെയാണ്, വിജയത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോഴാണ്, എല്ലാ പ്രാവശ്യവും വിജയിക്കില്ലല്ലോ. ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടാലാണ് ചിലപ്പോൾ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പൊ സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ആയാലും ഒക്കെ നമുക്ക് ഒരുപാട് കഥകൾ അത് വഴിയെ ഞാൻ പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ വിജയത്തിനോടൊപ്പം കൊണ്ടുപോകേണ്ടതാണ്. ഒരു ഫെയിലിയർ ആയി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഫെയിലിയർ ആയി, അപ്പൊ അതെവിടെ നാം തിരുത്തണം എന്ന് ആലോചിച്ച് അതിനനുകൂലമായിട്ട് പെരുമാറാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഫെയിലിയർ ഒന്നിനും അന്ത്യമല്ല.
അത് ഒന്നിന്റെയും അവസാനമല്ല. അപ്പോ എത്രയോ പ്രാവശ്യം ഫെയിൽ ആയാലാണ് നമ്മളൊന്ന് സക്സസ് ആവുക. അതുപോലെ തന്നെ അതാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഫെയിലിയർ ആവുമ്പോൾ നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം, ലേൺ ചെയ്യണം. അതുപോലെ തന്നെ പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹത്തോടെ കൂടി പെരുമാറുക. ഇന്ന് നമ്മളൊരു കാര്യം ചെയ്തു, നാളെ അത് ചെയ്യാതിരിക്കരുത്. അവിടെയും നമ്മൾ സ്ഥിരോത്സാഹം കൊണ്ടുവരണം. സ്ഥിരോത്സാഹമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതാണ് ഈ ഫോർമുല ഓഫ് സക്സസ് എന്ന് പറയുമ്പോൾ. ജനറൽ ഫോർമുലയാണ്. ഡ്രീം ഉണ്ടായിരിക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഫെയിലിയർ പരാജയങ്ങളിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക, അതിൽ നിന്ന് ലേൺ ചെയ്യുക, പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോവുക. എങ്കിൽ നമുക്ക് ഗോള് അറ്റൈൻ ചെയ്യാൻ പറ്റും, നമുക്ക് സക്സസ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇത് അഗെയിൻ ഒരു ബാംബു ട്രീയുടെ, ഇത് കഥയല്ല, യാഥാർത്ഥ്യം തന്നെയാണ്. ഈ ബാംബു ട്രീയുടെ, ചൈനീസ് ബാംബു ട്രീ ആണ് ഈ വളർന്നു നിൽക്കുന്നത്. അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. അതിന്റെ ഒരു സീഡ് നമ്മൾ കൊണ്ടുവന്ന് നട്ട്, ഏതൊരു ഫാർമർ ആയാലും അത് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ, ആദ്യം അതിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നട്ട് വെള്ളമൊക്കെ നനച്ച് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് ഇയർ ഒരു വർഷം കഴിഞ്ഞു, ഒരു വ്യത്യാസവുമില്ല, അപ്പോഴും വെള്ളം ഒഴിക്കുന്നുണ്ട്, ഈ ഫാർമർ വെള്ളം ഒഴിക്കണം. സെക്കൻഡ് ഇയർ എത്തി, അപ്പോഴും ഒരു വ്യത്യാസവുമില്ല, പിന്നെയും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തേർഡ് ഇയർ 3 വർഷമായി, അപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുക, അപ്പോഴും ഒരു വ്യത്യാസവുമില്ല. 4ാമത്തെ വർഷവും ഒരു വ്യത്യാസവുമില്ല. അപ്പൊ നമ്മൾ എല്ലാവരും നമ്മളെ കളിയാക്കുമായിരിക്കും. അതെന്താണ് ഇതിങ്ങനെ, നിങ്ങൾ എന്താണ് ഇതിങ്ങനെ ചെയ്യണേ എന്ന് ചോദിച്ച് പലരും നമ്മളെ കളിയാക്കും. പക്ഷേ നമ്മൾ നമ്മുടെ സമയം വേസ്റ്റ് ആക്കുകയാണ് എന്ന് പലരും പറയും. പക്ഷേ ഈ ഫാർമർ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയാൽ 5ാമത്തെ വർഷം അത് ഉയർത്തെഴുന്നേൽക്കും, അത് മുളച്ചു വരും. ആ മുളച്ചു വന്നാൽ അതിന്റെ ഒരു വളർച്ച വളരെ ഷാർപ്പായിട്ടായിരിക്കും, അല്ലെങ്കിൽ വളരെ വേഗത്തിലായിരിക്കും. അത് ഒരു 6 ആഴ്ച കൊണ്ട് തന്നെ ഏകദേശം ഒരു 90 ഫീറ്റ് ഉയരത്തിൽ വളരാൻ ഈ വൃക്ഷത്തിന് കഴിയുമെന്നുള്ളതാണ്. അപ്പൊ ഈ 5 വർഷം ഇത് എന്ത് ചെയ്യുന്നു? 5 വർഷം ഇത് എന്താ ചെയ്യുക? അതിന്റെ അടിയിൽ അതിന്റെ റൂട്ട് ബിൽഡ് ചെയ്യാണ്, അതിന്റെ സക്സസിലേക്കുള്ള അതിന്റെ റൂട്ട് ബിൽഡ് ചെയ്യുക. അപ്പൊ ഈ ബാംബു ട്രീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അത് വലിയ കാറ്റോ മഴയോ ഒന്നും വന്നാൽ അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കും, അതൊന്നും വീണ് പോകില്ല, സർവൈവ് ചെയ്യാൻ അതിന് സാധിക്കും. അതിന്റെ കാരണം അതിന്റെ റൂട്ട് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത് 5 കൊല്ലം കൊണ്ട് ബിൽഡ് ചെയ്തുണ്ടാക്കുന്ന ഒരു റൂട്ടാണ്. അത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും ആരുടെയും ജീവിതത്തിലായാലും അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ നമുക്ക് കാണാൻ പറ്റുന്നതല്ല. വിജയം മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ. ഇപ്പൊ ഒരാളുടെ വിജയം എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കാണും, അയാൾ ഇതിൽ നമ്മൾ സക്സസ് ആയി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കും, ഓക്കെ വിജയമാണ്, അത് സക്സസ് ആണ്, നമ്മൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. പക്ഷെ അതിനടിയിൽ അയാൾ ബിൽഡ് ചെയ്തിട്ടുള്ള കുറെ റൂട്ട്സ് ഉണ്ടാവും. അത് ആ റൂട്ടിൽ നിന്നാണ് ഈ വിജയം ഉണ്ടാകുന്നത്. അതാണ് ഈ ബാംബു ട്രീയുടെ കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഇനി കുട്ടികൾക്ക് എന്തൊക്കെ തരത്തിൽ റൂട്ട്സ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ ഈ കുട്ടികൾക്ക് നമുക്ക് റൂട്ട്സ് ഉണ്ടാക്കാൻ ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം. ഇപ്പൊ കുട്ടികൾ ആരും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് സമയം കളയുന്നില്ല. അങ്ങനെ ചോദിച്ചാലും ആൻസർ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും എന്തൊക്കെ റൂട്ട്സ് ഈ കുട്ടികൾക്ക് വിജയത്തിലേക്ക് എത്താൻ, എന്തൊക്കെ റൂട്ട്സ്, ആ റൂട്ട്സ് ഒന്ന് നമുക്ക് അതായത് വേരുകൾ ഉറപ്പിക്കാൻ, ഈ വിജയത്തിന്റെ വേരുകൾ നമ്മൾ എങ്ങനെ ഉറപ്പിക്കാം എന്ന് നോക്കാം. റീഡിങ്, പോസിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. റീഡിങ് ചെയ്യുക. റീഡിങ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിട്ട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു നോളജ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് ഈ റീഡിങ് മൂലമാണ്. അത് വലിയ കാര്യമാണ്. അപ്പൊ നമുക്ക് അത് ഏത് കുട്ടിക്കായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് ഏജിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു അനുഭവം വെച്ച് നോക്കിയാല്, പണ്ടൊന്നും ഞാനിങ്ങനെ ഒരു ഹാബിറ്റ് കൊണ്ടു നടക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അങ്ങനെ പുസ്തകങ്ങൾ വാങ്ങിത്തരാനോ അങ്ങനെയൊന്നുള്ളൊരു രീതിയിൽ വളർന്നവരല്ല. അപ്പോ അങ്ങനെ വളരാത്ത കാരണം കൊണ്ട് തന്നെ ഈ റീഡിങ് ഹാബിറ്റ് ഒന്നും അന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് കുറച്ച് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല, കുറച്ച് നന്നായിട്ട് വായിക്കണം, കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് തോന്നിയത് കൊണ്ട് ആ സമയത്താണ് നമ്മൾ ഈ റീഡിങ് ഹാബിറ്റിലേക്ക് ഇറങ്ങിയതും. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ കുട്ടികളെ എപ്പോഴും നമ്മൾ റീഡിങ് ഹാബിറ്റ് ഒരു നല്ല റൂട്ടാക്കി നമ്മൾ കൊണ്ടു നടക്കുക. അത് സക്സസിന്റെ ഒരു
ഇൻവിസിബിൾ ആയിട്ടുള്ള റൂട്ടാണ്. അതിന്റെ അടിയിൽ അല്ലെങ്കിൽ അതിന്റെ വേരായിട്ട് അവിടെ നിന്നോളും. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഞാനിപ്പോ പറഞ്ഞല്ലോ, അതായത് എന്ത് സ്കില്ലുണ്ടെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അതൊക്കെ ഇൻവിസിബിൾ ആണ് ഈ പ്രാക്ടീസ് ചെയ്യുന്ന. അപ്പൊ ഞാനിപ്പോ ഓർക്കുന്നത്, ഞാൻ പോളിടെക്നിക്കൽ ലെക്ചറർ ആയിരുന്നു. അപ്പൊ എന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. അവൻ ഇതുപോലെ ഏറ്റവും ലാസ്റ്റ് ഒരു 3 വർഷത്തെ ആ കുട്ടിയുടെ കഠിനാധ്വാനം കൊണ്ടാണ് ആ കുട്ടി അന്ന് ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ആ 3 വർഷം ആ കുട്ടിയുടെ ഈ പ്രാക്ടീസ് ഒന്നും ആരും കണ്ടിട്ടില്ല. കണ്ടത് എന്താണ്? ആ ഇലക്ട്രിക് കാർ അവിടെ കൊണ്ടുവന്ന് അവിടെ ഡ്രൈവ് ചെയ്തപ്പോഴാണ്, പോളിടെക്നിൽ കൊണ്ടുവന്ന് അവിടെ ഡ്രൈവ് ചെയ്തപ്പോഴാണ് എല്ലാവരും കണ്ടത്. അതുവരെ ആ കുട്ടി എന്ത് വർക്ക് ചെയ്തു, എത്ര ഹാർഡ് വർക്ക് ചെയ്തു, എത്ര ടൈം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, അതൊക്കെ ഇൻവിസിബിൾ ആണ്, അത് കാണാതെ പോകുന്നതാണ്. പക്ഷെ അത് ആ കുട്ടിക്ക് മാത്രം അറിയാം എത്ര അത് ഹാർഡ് വർക്ക് ആ കുട്ടി ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ ഞാൻ ഇപ്പൊ ഇതിനകത്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ഞാൻ ആ ഒരു ഉദാഹരണം തന്നെ പറയാണ്. ആ കുട്ടി എത്ര ഡിസിപ്ലിൻഡ് ആയിട്ട് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെന്നോ, ഒരുപാട് കാര്യങ്ങൾ അതായത് ക്ലാസ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എത്രയോ മണിക്കൂർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് കാര്യത്തിലായാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ സക്സസ് ഉറപ്പാണ്. അതുപോലെ ഹെൽത്തും നല്ലൊരു ഇൻവിസിബിൾ ആയിട്ടുള്ള റൂട്ടാണ്. അതും നമുക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ക്യാരക്ടർ ഉണ്ടാകുക, അതുപോലെ ടൈം മാനേജ്മെന്റ്, ഇതെല്ലാം ടൈം മാനേജ്മെന്റ് നമുക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾ എപ്പോഴും ഫോളോ ചെയ്യുക ടൈം മാനേജ്മെന്റ്. അത് വലുതായിട്ട് ഞാൻ അന്ന് ചെയ്യാം ഇന്ന് ചെയ്യാം എങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നാൽ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവരുടെ ടൈം മാനേജ്മെന്റ് അവരെ ശീലിപ്പിക്കണം. അത് എങ്കിൽ മാത്രമാണ് അത് വലിയ മുതിർന്ന പൗരൻ ആയാൽ പോലും ഇതൊക്കെ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടൈം മാനേജ്മെന്റ്, റീഡിങ്, ഇതിങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻവിസിബിൾ റൂട്ട്സ് ആയിട്ട് ഈ സക്സസിന്റെ അടിയിലുള്ള ബേസ്മെന്റ്, അല്ലെങ്കിൽ അതിന്റെ റൂട്ട്സ് അതാണ്, വേരുകൾ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ ഒരു സക്സസ്ഫുൾ ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സക്സസ്ഫുൾ ചൈൽഡ് ഈസ് വൺ ഹൂ ലേൺ കണ്ടിന്യൂസ്ലി. എന്ത് കാര്യമായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് വേണം. ഇന്ന് കുറച്ച് പഠിച്ചു അതങ്ങ് വെച്ചേക്കാം, നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്. ഞാനൊരു ടീച്ചറാണ്, റിട്ടയർഡ് ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, മാർക്ക് ഒരു വിഷയമല്ല. മാർക്കിനെ കൂടുതൽ ചിലപ്പോൾ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന കുഞ്ഞായിരിക്കും പറയുക, മാഡം അത് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ. അപ്പൊ എന്തെങ്കിലും ഒരു സർക്യൂട്ടോ എന്തെങ്കിലും കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അവൻ പറയാ, അത് മാം അത് അങ്ങനെ ചെയ്യാൻ പാടില്ലേ, അല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ന സാധനം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഈ കുട്ടിക്ക് ഇത്രയും വലിയ ഐഡിയ ഉണ്ടായിരുന്നോ? പക്ഷെ ഫ്രണ്ടിലിരിക്കുന്ന നല്ല മാർക്ക് കിട്ടുന്ന കുട്ടി ഒരുപക്ഷെ അത് പറഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പൊ ലേൺ ചെയ്യുക, എങ്ങനെ അവരത് മനസ്സിലാക്കുന്നു, എങ്ങനെ മുന്നോട്ട് എങ്ങനെ അത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ആ കുട്ടിയുടെ വിജയം. അല്ലാതെ ആ കുട്ടി കിട്ടുന്ന മാർക്ക് ഇതിനൊരു അടിത്തറയേ അല്ല. മാർക്ക് വേണ്ട എന്നല്ല, മാർക്ക് വേണം. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്ത് കാര്യം പഠിക്കുമ്പോഴും അത് എന്റെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ചിന്തയോടെ ആയിരിക്കണം ഓരോ കുട്ടികളും പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഗുഡ് ക്യാരക്ടർ, നല്ല ക്യാരക്ടർ ഉണ്ടാക്കണം. അതെല്ലാവർക്കും അറിയാം. നമ്മൾ ഒരു ചീത്ത സ്വഭാവം എടുത്താൽ നമുക്ക് മാത്രമല്ല നമ്മുടെ ഫാമിലിക്കും അതുപോലെ നമ്മുടെ സമൂഹത്തിനും അത് ദോഷമാണ്. അങ്ങനെ സമൂഹത്തിനോ ഫാമിലിക്കോ ദോഷമുണ്ടാക്കുന്ന ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പൊ നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇമോഷണലി ഹെൽത്തി ആയിരിക്കുക. നമുക്ക് ഇമോഷണൽ കൺട്രോൾ ഉണ്ടാകുക എന്നുള്ളത്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. സങ്കടമായിരിക്കാം, സന്തോഷമായിരിക്കാം, ദേഷ്യമായിരിക്കാം, ഇങ്ങനെ ഒരുപാട് ഇമോഷൻസ് നമുക്കുണ്ട്. നമുക്ക് ദേഷ്യം വന്നു എന്നാൽ നമുക്ക് തോന്നുമാതിരി അങ്ങ് ചെയ്തേക്കാം. അങ്ങനെയല്ല, നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ക്യാരക്ടറുള്ള ഒരു കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ റെസ്പെക്ട് അതേഴ്സ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഈ ചെറിയ കുട്ടികളുടെ ഇടയിൽ അതൊക്കെ എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ അങ്ങനെ സാറുമാരെ ആയാലും മുതിർന്നവരെ ആയാലും റെസ്പെക്ട് ചെയ്ത് വളർന്നവരാണ്. അപ്പൊ ഇപ്പോഴും അത് നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. അപ്പൊ അത് ഒരു മോശം സ്വഭാവമൊന്നുമല്ല. നമുക്ക് ചുറ്റുമുള്ളവർ ആരുമായിക്കോട്ടെ, നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കും, എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക. എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, റൈറ്റ്സ് എല്ലാം ഉള്ളവരാണ്. അത് മുതിർന്നവരായാലും നമ്മളെ പഠിപ്പിക്കുന്ന
ടീച്ചേഴ്സ് ആയാലും ആരായാലും അവരതെല്ലാം അർഹിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ, ഈ കുഞ്ഞുങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. വീട്ടിൽ ഫാമിലിയിൽ പാരൻസിനെ ആയാലും സിബ്ലിങ്സിനെ ആയാലും എല്ലാവരെയും ഫ്രണ്ട്സിനെ ആയാലും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അതും കുട്ടികൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അച്ചീവ് പേഴ്സണൽ ഗോൾസ്. നമുക്ക് നമ്മുടേതായ പേഴ്സണൽ ആയിട്ട് കുറച്ച് ഗോൾസ് ഉണ്ടാവും, ലക്ഷ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഓരോ ദിവസവും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക. ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കുക. ഒന്നിച്ചൊറ്റ ദിവസം കൊണ്ട് നമ്മൾക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം കോൺട്രിബ്യൂട്ട് പോസിറ്റീവ്ലി ടു സൊസൈറ്റി. നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? സൊസൈറ്റിക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. സോഷ്യലി കമ്മിറ്റഡ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ ബഹുമാനിക്കുക, അതുപോലെ സോഷ്യൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, മറ്റുള്ളവരെ ഒന്ന് സഹായിക്കുക, പിന്നെ നമ്മൾ പരിസ്ഥിതിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നമ്മൾ സൂക്ഷിക്കുക, പിന്നെ വേസ്റ്റ് ഒക്കെ ഒന്ന് റോട്ടിലേക്കൊക്കെ വലിച്ചിടാതിരിക്കുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എനർജി ഒന്നും വേസ്റ്റ് ആക്കാതിരിക്കുക. നമ്മുടെ വീട്ടിലായാലും അതൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടതാണ്. ലൈറ്റ് ഒന്ന് ഓൺ ചെയ്താൽ അത് ഓഫാക്കാൻ പഠിപ്പിക്കുക. അതേപോലെ എന്ത് കാര്യമല്ല, എനർജി നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ്, നമ്മൾ വേസ്റ്റ് ഒക്കെ അവിടെ ഇവിടെയും വലിച്ചിടരുത്, അത് റോട്ടിലിടരുത്. അപ്പൊ അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്യാൻ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഈ കുഞ്ഞുങ്ങൾ അതെല്ലാം ഫോളോ ചെയ്യുക. സക്സസ് ഈസ് ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവേഴ്സെൽഫ്. നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരിക എന്നതാണ് സക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ എല്ലാവരും ഷോർട്ട് കട്ട്സിലൂടെ ഒരു സക്സസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവുക, വൈറൽ ആവുക എന്നാണ് പറയാ അല്ലെ. അതേപോലെ ഈസി ആയിട്ട് മണി എങ്ങനെ അച്ചീവ് ചെയ്യാം, അതുപോലെ എക്സാമിന് എങ്ങനെയാ ഷോർട്ട് കട്ടിലൂടെ പാസ്സാകാം. ഒരുപാട് കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നത്, എക്സാമിന് അങ്ങോട്ട് പാസ്സായാൽ പോരെ, അത് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് പാസ്സാകാം അല്ലെ. അതിനൊക്കെ ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട്. എന്തായാലും ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നില്ല, ഒരുപാട് ഷോർട്ട് കട്ട്സ് ഉണ്ട്. അപ്പൊ AI ഉപയോഗിച്ച് നമുക്ക് ലേൺ ചെയ്യാം. നമ്മൾക്ക് ഇന്ന് ടീച്ചർ പറഞ്ഞ ഒരു ഹോംവർക്ക് എഴുതിക്കൊണ്ടുവരാം, ലെറ്റർ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഇന്നൊന്ന് എഴുതിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാ പിന്നെ അത് AIയുടെ സഹായത്തോടെ അങ്ങ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗാംബ്ലിങ്, പിന്നെ ഗെയിം, ഓൺലൈൻ ഗെയിമിങ്, ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ കൊണ്ടുവരും, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആനന്ദം കൊണ്ടുവരും, ഒരു സംതൃപ്തി കൊണ്ടുവരും. ഇതൊന്നും ലോങ് ടൈമിലേക്ക് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് ഹാപ്പിനെസ് ഒരിക്കലും ലോങ് ടൈമിലേക്ക് നിൽക്കുന്നതില്ല. അത് ലോങ് ടൈമിലേക്ക് നിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഈ മുൻപ് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇങ്ങനെ കിട്ടുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് ഇത്തരത്തിൽ കിട്ടുന്ന വൈറൽ ആകുമ്പോഴും, നമ്മൾ ഈ ഇൻസ്റ്റന്റ് ആയിട്ട് കുറച്ച് മണി ബാക്കപ്പ് കിട്ടുമ്പോഴും, അല്ലെങ്കിൽ എക്സാമിൽ കുറച്ച് ഷോർട്ട് കട്ട് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ പാസ്സാകുമ്പോഴും ഒക്കെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സംതൃപ്തിയോ ഒരു സന്തോഷമോ ഒക്കെ കൊണ്ടുവരുമായിരിക്കും. അതൊന്നും ലോങ് ടൈമിലേക്ക് നിലനിൽക്കുന്നതല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ലോങ് ടൈമിലേക്ക് നിലനിൽക്കുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ സക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ടതാണ്. അപ്പൊ ഞാൻ ഇനി ഒരു ബട്ടർഫ്ലൈയുടെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കോക്കൂണിൽ നിന്ന് ബട്ടർഫ്ലൈയെ ചിലപ്പോഴൊക്കെ നമ്മളത് മുറിച്ചെടുത്ത് അതിനെ രക്ഷപ്പെടുത്തി കൊടുക്കും അല്ലെ. അപ്പോ ആ സമയത്ത് ഈ കോക്കൂൺ പൊട്ടിച്ച് നമ്മൾ ആ ബട്ടർഫ്ലൈയുടെ അതിനെ നമ്മൾ പുറത്തേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക, അതപ്പൊ തന്നെ അത് ഇല്ലാണ്ടാവും അല്ലെ. അപ്പോ അതിൻ്റെ അകത്ത് അത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത് അത് തന്നെ പുറത്ത് കിടക്കേണ്ടതാണ്. അല്ലാതെ നമ്മൾ വേറൊരാളുടെ എക്സ്റ്റേണൽ ആയിട്ട് അതിനൊരു ഹെൽപ്പ് വേണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ വിങ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുക, അതിന് ആ ഒരു ശക്തി കിട്ടി അതിന് പറക്കാൻ പറ്റുക. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കോക്കൂണിന്റെ ഉള്ളിൽ അതിങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് അതിന്റെ ദേഹത്ത് നിന്ന് അതിന്റെ വിങ്സിലേക്കൊക്കെ സ്പ്രെഡായി, അത് കുറച്ച് കഴിഞ്ഞ് സ്പ്രെഡായി അത് ഉണങ്ങി അത് ഡ്രൈ ആയാൽ മാത്രമാണ് അതിന്റെ ആ വിങ്സിന് അല്ലെങ്കിൽ അതിന്റെ ചിറകുകൾക്ക് ആ ശക്തി കിട്ടുന്നുള്ളൂ. അപ്പൊ നല്ല ഭംഗിയായിട്ട് അതിനെ പുറത്ത് വന്ന് പറക്കാൻ അതിന് സാധിക്കുകയുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് അതിനെ അങ്ങോട്ട് പുറത്തിടാം എന്ന് വിചാരിച്ചാൽ നമുക്കത് സാധിക്കില്ല. അപ്പൊ ഇതിൽ നിന്നും ഇതും സക്സസുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതൊരു പണിഷ്മെന്റ് അല്ല,
അത് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ആണ്, സക്സസിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാമെന്നറിയില്ല, പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നത് ശ്രീജ, ഇപ്പോ IFS നേടിയ ഒരു ശ്രീജയുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ലേഖനങ്ങളൊക്കെ ഞാൻ ഒരുപാട് വായിച്ചിട്ട് ഇന്റർവ്യൂസ് കണ്ടു. അപ്പൊ ആ കുട്ടി എത്രയോ കാലങ്ങളായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതല്ലാതെ അതൊരു പണിഷ്മെന്റ് ഒന്നുമല്ല. സ്ട്രഗിൾ ചെയ്യുക. ഈ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ ആ കൊക്കോൺ പുറത്തു വരുന്ന ബട്ടർഫ്ലൈയെ പോലെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആകുക, സക്സസ് ആകുക എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ APJ അബ്ദുൽ കലാമിന്റെയും തോമസ് എഡിസന്റെയും ഒക്കെ കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, അവർ ഒരുപാട് പ്രാവശ്യം ഫെയിലിയർ ആയിട്ടുള്ളതാണ്. ഇപ്പൊ പൈലറ്റ് ആവാൻ പോയി ഫെയിലിയർ ആയിട്ടാണ് നമ്മുടെ കലാം സാർ. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ എഡിസൺ ആണെങ്കിലും ഒരു ആയിരക്കണക്കിന് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പരാജയപ്പെട്ടിട്ടാണ് ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത് തന്നെ. അപ്പൊ ഇതൊക്കെ പരാജയത്തിന്റെ കഥകളാണ്. പരാജയം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു എൻഡ് അല്ല. അത് അവര് അവിടെ വെച്ച് നിർത്തിയിരുന്നെങ്കിൽ അന്നേ അവര് പോകുമായിരുന്നു. അവര് ഇങ്ങനെ നമുക്ക് അവരെ ഓർക്കാൻ പോലും ഉണ്ടാകില്ല. പക്ഷെ ഇപ്പോ അവരതിൽ നിന്ന് അതിനെയൊക്കെ അതിജീവിച്ച് ഓരോ പ്രാവശ്യം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനെ ഉൾക്കൊണ്ട് അവര് മുന്നോട്ട് പോയത് കൊണ്ടാണ് അവര് വിജയത്തിലേക്ക് എത്തിയത്. അപ്പോ ഈ തോമസ് എഡിസൺ പറയുന്നത്, ഞാൻ ഓരോ പ്രാവശ്യം ഫെയിൽ ആയിട്ടില്ല, പക്ഷെ പരാജയപ്പെട്ട ഒരുപാട് വർക്കുകൾ അല്ലെങ്കിൽ മെനി വേയ്സ് ദാറ്റ് ഡിഡ് നോട്ട് വർക്ക് ചെയ്യാത്ത കുറെ വേയ്സ് എന്താണെന്ന് ഞാൻ പഠിച്ചു, അത്രയാണ് അവർ പറയുന്നത്. അല്ലാതെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു എൻഡേ അല്ല, അത് സക്സസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ തോൽവി എന്ന് പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നില്ലാതെ പോകുന്നതും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഒരു ചെറിയ മാർക്ക് കുറഞ്ഞാൽ അപ്പൊ സങ്കടമായി, പിന്നെ ഡിപ്രഷനിലേക്കാണ് കുട്ടികൾ പോകുന്നത്. ട്രോമ ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുകയാണ്. അപ്പൊ അതൊന്നും അല്ല, ഒരു മാർക്കോ ഒരു 2 മാർക്ക് കുറഞ്ഞു 3 മാർക്ക് കുറഞ്ഞു അതൊന്നും പ്രശ്നമേ അല്ല. അതൊക്കെ നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞാൽ അത് ലോങ് ടൈമിലേക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് സക്സസ് ആവാൻ ഒരുപാട് അവസരങ്ങൾ പിന്നെയും കിട്ടും. ഓക്കെ, അപ്പൊ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സക്സസിന്റെ ഒരു ഭാഗം തന്നെയാണ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൈൻഡ് സെറ്റ് എപ്പോഴും മാറ്റുക. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളെ ഫേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളെ രാവിലെ ഒന്ന് എഴുന്നേൽക്കുമ്പോൾ ആരായാലും കേട്ടോ, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും നമുക്ക് ഇവിടെ തന്നെ കിടക്കാം എന്ന്. അത് നമ്മുടെ ബ്രെയിൻ നമ്മളെ ഫേക്ക് ചെയ്യുന്നതാണ്. ബ്രെയിന് കുറച്ച്, അതായത് എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ പറയാണ്, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ 20% നമ്മുടെ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ. അതൊരു സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ആണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ എപ്പോഴും കംഫർട്ട് സോണിലേക്ക് ആണ് നമ്മളത് കമ്പൽ ചെയ്ത് നിർത്തുക. പക്ഷെ നമ്മൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. അതാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴും ഗ്രോത്ത് മൈൻഡ് സെറ്റ് വേണം. എനിക്ക് പറ്റില്ല എന്നുള്ളിടത്ത് നിന്ന് എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നിടത്താണ് നമ്മുടെ വിജയം. അതുപോലെ തന്നെ മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിലാണ്. അതുപോലെ ചലഞ്ചസ്, വെല്ലുവിളികൾ ഏറ്റെടുക്കുക, ഒരു കാര്യവും നമ്മൾ ഉപേക്ഷിക്കരുത്. ഇങ്ങനെ കുറച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതുപോലെ നമ്മുടെ ഫിക്സഡ് മൈൻഡ് സെറ്റ് മാറി നമ്മുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. ഇതാണ് ഞാൻ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഡെയിലി ആയിട്ട് സ്റ്റഡി ചെയ്യുക, റീഡിങ് ചെയ്യുക, കളിക്കാൻ പോകുക, വിശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിക്കുക. ടൈം മാനേജ്മെന്റ് അത് ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കുകയും കളിക്കുകയും എല്ലാം റെഗുലർ ആയിട്ട് ചെയ്യുക. ഒരുപാട് സ്ക്രീൻ ടൈം ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പാരന്റ്സ് ചെയ്യേണ്ടത് എന്താണെന്ന് കൂടി പറയാം. പാരന്റ്സ് ഒരിക്കലും നമ്മൾ എപ്പോഴും അവരെ കംഫർട്ട് സോണിലാക്കാൻ പാരന്റ്സ് കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പാരന്റ്സ് അൺനോവിംഗ്ലി, അതായത് അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ തന്നെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ അവരുടെ വർക്ക് അവർ തന്നെ ചെയ്യട്ടെ. അവരിപ്പോ വീട്ടിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അവരുടെ റൂം അവർ വൃത്തിയാക്കട്ടെ, അവരുടെ ഡ്രസ്സ് അവരൊന്ന് കഴുകട്ടെ, അവരുടെ പ്ലേറ്റ് അവർ കഴുകട്ടെ. ഇതൊന്നും നമ്മൾ ചെയ്തു കൊടുക്കണ്ട. ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക, അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ തന്നെ ചെയ്യട്ടെ. അതുപോലെ മറ്റുള്ള കുട്ടികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട. നമ്മുടെ കുട്ടികളെ യൂണീക്ക്, ഓരോ കുട്ടികളെ യൂണീക്കാണ്. അപ്പൊ അവർക്ക് സെപ്പറേറ്റ് ആണ് അവരുടെ ടേസ്റ്റും അവരുടെ ഇൻട്രസ്റ്റും എല്ലാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്തിനെങ്കിലും ആൻസർ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യത്തിന്റെ നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്താൽ മതി. ഇത് മൂന്നുമാണ് നമ്മുടെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ പാരന്റ്സിന്റെ പാരന്റ്സ് റോൾ ഒന്നും കൂടി പറയാണ്. അതായത് പാരന്റ്സ് ഇത്തരത്തിലുള്ള നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാൻ എന്താണ് പാരന്റ്സിന്റെ റോൾ എന്ന് നോക്കാം. അവരുടെ എന്ത് എഫേർട്ടും ആയിക്കോട്ടെ. ഇപ്പൊ ഈ തവണ കുട്ടി ചിലപ്പോൾ ഡിഫറെന്റ് സ്കില്ലായിരിക്കാം.
തവണ കുഞ്ഞ് മാത്സ് എക്സാമിനേഷന് 20 മാർക്ക് വാങ്ങിയുള്ളൂ, അടുത്ത തവണ അത് 21 ആയെങ്കിലും നമ്മൾ ആ കുട്ടിയുടെ എഫേർട്ടിനെ നമ്മൾ അഭിനന്ദിക്കണം. കാരണം ആ കുട്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, നീ പരിശ്രമിച്ചല്ലോ എന്നാണ് നമ്മൾ പറയേണ്ടത്. മാർക്കിൽ നമ്മൾ ഒരിക്കലും അവരെ ഇൻസൾട്ട് ചെയ്യുകയോ അവരെ കമ്പയർ ചെയ്ത് കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. അവരുടെ എഫേർട്ടിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് പെർസിസ്റ്റൻസ്, അവരുടെ കഠിനാധ്വാനത്തെ, അവർ എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ആ വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ലവ് ലാംഗ്വേജ് ആണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ കൊള്ളാം, മോൻ നന്നായിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മോൾ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു അപ്രീസിയേഷൻ ആണ്. അത് അവർക്ക് കിട്ടുന്ന ഒരു പ്രൈസ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ അവര് റെസ്പോൺസിബിലിറ്റി, സോഷ്യലി അവർ റെസ്പോൺസിബിൾ ആയിരിക്കണം. വീട്ടിലെ റെസ്പോൺസിബിലിറ്റി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിലായാലും, സോഷ്യലി നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട കാര്യത്തിലായാലും, കമ്മിറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും എല്ലാം നമ്മൾ അവരെ, പിന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമ്മൾ സൊസൈറ്റിയിൽ നിൽക്കുമ്പോൾ. അപ്പൊ നമ്മുടെ നല്ല ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഇതങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവരെ നമ്മൾ ആ രീതിയിലേക്ക് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരിക. അതായത് ഫെയിലിയർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു അവസാനമല്ല. ഒരു കുട്ടി ഒരു കാര്യത്തിൽ ഫെയിൽ ആവുന്നത് അത് അവന്റെ തെറ്റുമല്ല, അത് നമ്മളെ അതിനെ സേഫായിട്ട് അത് മീറ്റ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നോക്കാലോ എന്ന് പറയാം. അല്ലാതെ ഒരു മാർക്ക് കുറഞ്ഞു പോയി, 2 മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുങ്ങളെ ഇൻസൾട്ട് ചെയ്യരുത്. അവര് ആ ഫെയിലിയർ എങ്ങനെ ഫേസ് ചെയ്യാം, അതിൽ നിന്ന് എങ്ങനെ ലേൺ ചെയ്ത് അവർക്ക് മുന്നേറാം എന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ റോള്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ബി എ റോൾ മോഡൽ. നമ്മൾ എപ്പോഴും റോൾ മോഡൽ ആയിരിക്കണം. കുട്ടികൾ എപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാണ്. നമ്മളെ കണ്ടാണ് അവർ വളരുന്നത്. ചെറുപ്പകാലം തുടങ്ങി ഇപ്പൊ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഇതാണ്, നമ്മളിപ്പം ഈ മൊബൈൽ യൂസ് ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല പാരന്റ്സും അതിന്റെ കയ്യിൽ മൊബൈലാണ്, അത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യരുതെന്ന്. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്ത് കാര്യത്തിലായാലും നമ്മൾ ആദ്യം റോൾ മോഡൽ ആവുക. നമ്മളൊരു കള്ളം പറഞ്ഞുകൊണ്ടായിരിക്കും, നമ്മളിത് ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും കുട്ടികളോട് പറയാ. അങ്ങനെയല്ല, നമ്മളെപ്പോഴും റോൾ മോഡൽ. അവർ റോൾ മോഡൽ എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടാവും. ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ എൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, അന്ന് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഒരു സാമ്പത്തിക ഭദ്രതയും ഇല്ലാത്ത ഒരു വീട്ടിൽ ജനിച്ച ഞാൻ ഒരു ഗവൺമെന്റ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ 3ാം ക്ലാസ്സിൽ വെച്ച് എനിക്ക് മാറി വന്ന ഒരു ടീച്ചർ, അപ്പോൾ എൻ്റെ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു, ആ ടീച്ചർ നമ്മളുടെ ഒരു അകന്ന ബന്ധുവാണെന്ന് എന്നോട് പറഞ്ഞു. 3ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അത് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഞാൻ ആ ടീച്ചറെ അന്ന് മുതൽ ഞാൻ എൻ്റെ റോൾ മോഡലാണ്. ഞാൻ വിചാരിച്ചു, എനിക്കും ഇതുപോലെ എത്താൻ പറ്റുമല്ലോ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ബ്രെയിനിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു വെച്ച ഒരു കാര്യമാണ്, എനിക്കും ഇതുപോലെ എത്താൻ പറ്റുമല്ലോ എന്ന്. അപ്പൊ അത് ഒന്നുകിൽ നമ്മൾ ഗുരു എന്ന് പറഞ്ഞാലും ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ ഗുരു എന്ന് പറയുമ്പോഴും നമ്മളൊരു റോൾ മോഡലായിട്ടാണ്. അത് ഒന്നുകിൽ ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഗുരു ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആവാം, ആരുമാകാം. അപ്പൊ നമ്മൾ എപ്പോഴും റോൾ മോഡൽ ആയി ഒരു കുട്ടി എടുക്കുന്നത് അത് ആ കുട്ടിക്ക് അതിൽ നിന്ന് വിജയം ഉണ്ടാകുന്ന തരത്തിലായിരിക്കണം ഈ റോൾ മോഡൽ എന്ന് പറയുന്ന ആളുടെയും പെരുമാറ്റം. അപ്പൊ നമ്മൾ പാരന്റ്സിനെയാണ് ആ കുട്ടി റോൾ മോഡലായിട്ട് എടുക്കുന്നത്. മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും പാരന്റ്സ് എപ്പോഴും റോൾ മോഡൽ ആവുക, അല്ലാതെ നമ്മൾ അത് ചെയ്തിട്ട് ഇത് ചെയ്യരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോ ഹൗമനി, എപ്പോഴും നമ്മൾ കുട്ടിയോട് ചോദിക്കുന്നത് എത്ര മാർക്ക് കിട്ടി, അതല്ല നമ്മൾ ചോദിക്കേണ്ടത്, എന്തു നീ പഠിച്ചു, കുഞ്ഞ് എന്തു സ്കൂളിൽ പോയിട്ട് പഠിച്ചു, അവൻ എന്തും പഠിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, ആ പഠിക്കുന്നതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാർക്കിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് 1% റൂളാണ്. ഒരു ചെറിയ സ്റ്റെപ്പ് അല്ലെ, നമ്മളിന്ന് വായിക്കണം, നാളെ പുസ്തകം എടുത്തു വെച്ചു ഒരു 2 പേജ് വായിക്കുക, ഇത്ര മതി. ഒരു 1%, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുക. ഒരു 21 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്കിത് ഹാബിറ്റായി കൊണ്ടുവരാൻ പറ്റും. പുതിയ 2-3 വേർഡ്സ് പഠിക്കാം അല്ലെ, ChatGPT അടിച്ചു നോക്കി എന്തെങ്കിലുമൊക്കെ കിട്ടി. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ നമ്മുടെ ബ്രെയിനെ യൂസ് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക, നമ്മൾ കുറച്ച് അതിനുവേണ്ടി എഫേർട്ട് ഇടുക. ഒരു
മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം എനിക്ക് ഇന്ന് പഠിക്കാം, ഒരെണ്ണം ചെയ്താൽ മതി. അതുപോലെ നമ്മൾ എക്സസൈസ് ആയാലും കളിയായാലും എന്തായാലും അതൊക്കെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂട്ടാനും ബോഡി സർക്കുലേഷൻ കൂട്ടാനും അതുപോലെ ഹാപ്പി ഹോർമോൺ ഉണ്ടാകാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. എസ്പെഷ്യലി കുട്ടികളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, അവരുടെ ഗ്രോത്തിന് അത് ആവശ്യമാണ്. അതുപോലെ നല്ല സൺലൈറ്റിൽ അവര് കളിക്കട്ടെ, അതും അവർക്ക് ആവശ്യമാണ്. വൈറ്റമിൻ ഡി ഉണ്ടാകാനും കാൽഷ്യം അബ്സോർബ് ചെയ്യാനും എല്ലാം ആവശ്യമാണ്. അപ്പൊ ഇതെല്ലാം കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ സോഷ്യലി ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനും എല്ലാം നമ്മൾ കുട്ടികളെ ശീലിപ്പിക്കുക. 1% റൂളാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് പറ്റുള്ളൂ. നാളെ തന്നെ എല്ലാം അങ്ങ് ആക്കിയേക്കാം എന്നൊന്നുമില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. വേക്കപ്പ് അപ്പൊ കുറച്ച് സക്സസ്ഫുൾ ഒരു 10 ഹാബിറ്റ്സ് ഞാൻ പറയാണ്. വേക്കപ്പ് വിത്ത് പർപ്പസ്. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം, ഇന്ന് ഞാൻ അത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ്, ഡെയിലി ഗോൾസ്, എന്നും ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുക. റീഡ് റെഗുലർ. റീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരാളായാലും എനിക്ക് തോന്നുന്ന റീഡിങ് ഇല്ലാതെ നമുക്കൊരു മുൻപോട്ടേക്കുള്ള ഒരു വളർച്ച സാധ്യമല്ല. അത് നമ്മുടെ ഒരു ഹാബിറ്റ് ആകണം. റെഗുലർ ആയിട്ട് അത് റീഡ് ചെയ്യുക. അതുപോലെ എന്ത് കാര്യമായാലും പ്രാക്ടീസ് ചെയ്യുക, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. ഇന്ന് ചെയ്തു നാളെ ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. എല്ലാത്തിലും നമ്മൾ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുക, റെഗുലർ ആയിട്ട് ചെയ്യുക. പിന്നെ മിസ്റ്റേക്കുകളിൽ നിന്നും നമ്മൾ പഠിക്കുക. റെസ്പെക്ട് ടൈമിനെ നമ്മൾ ടൈം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത്രേ ടൈം ഉള്ളൂ, നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ടൈം പ്രഷ്യസ് ആണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം, മാനേജ് ചെയ്യണം. സ്റ്റേ ഹെൽത്തി. നമ്മൾ അതുപോലെ ഹെൽത്തി സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള കുട്ടികളായിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ ഫീഡ്ബാക്ക് നല്ലതായാലും ചീത്തയായാലും അതിനനുസരിച്ച് നമ്മൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാകുക. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക. എല്ലാവരോടും സന്തോഷമായിട്ടും റെസ്പെക്ട് ചെയ്യേണ്ടവരെ എല്ലാവരെയും ബഹുമാനിക്കുക. എല്ലാവരും സെപ്പറേറ്റ് വ്യക്തികളാണ്. ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിഭജനമോ ഇല്ലാതെ എല്ലാവരോടും നമ്മൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് പെരുമാറുക. ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും നിർത്തരുത്, അത് ലൈഫ് ലോങ് ആയിരിക്കണം. ലൈഫ് ലോങ് ലേണിംഗ് ആണ് വേണ്ടത്. അപ്പൊ ദർ ഈസ് നോ എലിവേറ്റർ ടു സക്സസ് എന്നതിലേക്ക് ഒരു ലിഫ്റ്റോ ഒരു എലിവേറ്ററോ ഒന്നുമില്ല. യു ഹാവ് ടു ടേക്ക് ദ സ്റ്റേഴ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു കയറി സക്സസിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഈ സക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എൻഡ് ഒന്നുമല്ല, അതൊരു ജേണിയാണ്. അത് മാറി മാറി പോയിക്കൊണ്ടേയിരിക്കും. ഒരു സക്സസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗോൾ നമ്മൾ സെറ്റ് ചെയ്യും, അടുത്ത ലെവലിലേക്ക് ഗ്രോത്ത് ആണ്. അപ്പൊ സക്സസ് എന്ന് പറഞ്ഞാൽ പുരോഗതിയിലേക്കുള്ള ഒരു ജേണിയാണ് എന്നാണ് പറയാനുള്ളത്. ഡ്രീം ബിഗ്, സ്റ്റാർട്ട് സ്മോൾ, ആക്ട് ഡെയിലി. ദിവസവും നമ്മൾ വലിയ സ്വപ്നങ്ങൾ കാണാം, ചെറിയ തുടക്കം കുറിക്കുക, ഡെയിലി അത് കൊണ്ടുപോവുക, കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുക. നോട്ട് എബൌട്ട് ഈ സ്പീഡായിട്ട് നമ്മൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് ഡയറക്ഷൻ ആൻഡ് കൺസിസ്റ്റൻസി. ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ ഗോളിലേക്ക് എത്തിച്ചേരാൻ നമ്മളൊരു കൃത്യമായ ഒരു ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സക്സസിലേക്ക് എത്തുക. ഐ ബിലീവ് ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. അതൊരു പ്ലഡ്ജ് പോലെ നമുക്ക് ചെയ്യാം. നമുക്ക് സക്സസിലേക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല. നമ്മൾ ഓണസ്റ്റ് ആയിട്ട്, ചീറ്റിംഗ് ഇല്ലാതെ, മറ്റുള്ളവരെ വഞ്ചിക്കാതെയും സത്യസന്ധമായ ഒരു രീതിയിൽ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് നമുക്ക് സക്സസിലേക്കുള്ള ജേണിയിലേക്ക് നമുക്ക് പോകാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു കുട്ടികളും ഇല്ലാത്ത കാരണം കൊണ്ട് അറിയില്ല, ഇന്ററാക്ഷൻസ് ഒന്നും പോസിബിൾ ആയില്ല. അപ്പോ ഓക്കെ. ഓക്കെ സാറേ. ഓക്കെ, ഫീഡ്ബാക്കിനുള്ള സമയമാണോ? ഓക്കെ സാറേ, 9 ഓക്കെ. ഷജില മാം ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, വേറെ ഏതൊരു സെഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കേട്ടു. ഇന്നത്തെ കാലത്ത് അന്ന് തോമസ് എഡിസൺ, APJ അബ്ദുൽ കലാം അവർ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുക. അതിന്റെ കാരണം ഇന്ന് സക്സസ് ആകാത്തതിന്റെ കാരണം മിക്കവരും ഇന്നത്തെ പാരന്റ്സ് ആണ് സക്സസിന് തടസ്സമായിട്ട് നിൽക്കുന്നത്.
അന്ന് അവർക്ക് രണ്ടുപേർക്ക് അവരുടെ പാരൻസിനെ കൊണ്ട് ഒരു തടസ്സവും ഇല്ലായിരുന്നു. ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ, തോമസ് എഡിസൺ ഫോർമൽ സ്കൂളിംഗ് ഫ്യൂ മന്ത്സേ ഉണ്ടായിരുന്നു. അതെ. ഹിസ് മദർ ആണ് വീട്ടിലെല്ലാം പിന്നെ ഇത് ചെയ്ത് ബുക്ക് വായിക്കാനായിട്ടുള്ള ആ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈഡ് ഹിസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോട്ട് ഹിം ദി ബുക്സ് ഈ ലവ് ടു റീഡ്. അതായത് എഡിസൺ ഇഷ്ടപ്പെടുന്ന ബുക്കാണ് വായിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെയാണ് തോമസ് എഡിസൺ വിത്തൗട്ട് എനി ഫോർമൽ ഡിഗ്രി ഒന്നുമില്ലാതെ സക്സസ്ഫുൾ ആയത്. അടുത്തത് APJ അബ്ദുൽ കലാമിനും യു ആർ സോ ലക്കി. വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജ് ഡിഗ്രി ഇല്ലാത്ത പാരന്റ്സിനെ കിട്ടിയത്. ഇന്ന് ഏറ്റവും പ്രശ്നം നമ്മുടെ നാട്ടില് ഈ പ്രബുദ്ധത എന്ന് പറഞ്ഞു നടക്കുന്ന ഒരുപാട് കോളേജിൽ ഡിഗ്രി എല്ലാം എടുത്തിട്ടുള്ളവർക്ക് അവർക്ക് അവരുടെ ഡ്രീമാണ്, കുട്ടികളുടെ ഡ്രീം അല്ല, അവരുടെ ഡ്രീമാണ് കുട്ടികളെ കൊണ്ട് അക്കോംപ്ലിഷ് ചെയ്യാൻ നോക്കിക്കുന്നത്. കുട്ടികൾക്ക് അതിൽ യാതൊരു താല്പര്യമില്ലാത്തവരെ പിടിച്ച് എന്നിട്ട് അവർ ഫെയിലിയർ ആവും. എന്നിട്ട് ഇതേപോലെ പല ട്രെയിനിങ്ങിന് പോയിട്ട് എങ്ങനെ കുട്ടികളെ വിജയിപ്പിക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, നിങ്ങളാണ് അതിന്റെ ഉത്തരവാദി. ഈ കോട്ടായാലും കീട്ടായാലും പോയി നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൊല്ലം അടിച്ച് പഴിപ്പിച്ച് അവിടെ തന്നെ സൂയിസൈഡും പരീക്ഷയിൽ തോറ്റാലും ചില അവരുടെ പാഷൻ അല്ല, അവരുടെ ഇൻട്രസ്റ്റ് അല്ല ഈ ഇതില്. അതാണ് മെയിൻ ആയിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ കൂനിന്മേൽ കുരു പോലെ ഈ പാരന്റ്സ് ഒരു സൈഡില്, രണ്ടാമത്തത് ഈ മൊബൈൽ ഫോൺ. ഇവിടെ 1 വയസ്സ് പോലും ആത്ത കൊച്ചു കുഞ്ഞിന് ഈ അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മയും അച്ഛനും എല്ലാം കളിപ്പാട്ടായിട്ട് കൊടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ഞാനിത് അവിടെയും കാണുന്നുണ്ട്, ഇവിടെ അമേരിക്കയിലും ഞാൻ കാണുന്നുണ്ട്. കുട്ടി അതും വെച്ച് നിന്ന് അതുമായിട്ട് പിന്നെ ബിക്കം അഡിക്റ്റഡ്. പിന്നെ അവർക്ക് പിന്നെ ഒരു അഡിക്ഷന് ഡി അഡിക്ഷൻ, ഞാൻ മെഡിക്കൽ ഡോക്ടറാണ്, വെള്ളം അടിച്ച് ആൽക്കഹോൾ അടിച്ച് അഡിക്റ്റഡ് ആയിട്ടുള്ള അയാളുടെ അഡിക്ഷൻ മാറ്റാനായിട്ട് ഇവിടെ എത്ര തവണ ഞങ്ങളുടെ പേഷ്യൻസിനെ ട്രൈ ചെയ്തിട്ട് ഒരു സക്സസ് കൂടിപ്പോയ ഒരു 10 to 20% പോലും സക്സസ് കിട്ടാറില്ല. അതുപോലെ ഈ പിള്ളേരെ ഇതിലോട്ട് അഡിക്റ്റഡ് ആക്കുന്ന ആരാണ്? ഈ പാരന്റ്സ് ആണ്. ഈ പാരന്റ്സ് ചെയ്യുന്നത്. അപ്പം ഒന്നുമില്ലേലും ചൈനയിൽ 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും പറ്റത്തില്ല, കുട്ടികൾക്ക് ഇതില്ല. അടുത്ത കാലത്ത് ഓസ്ട്രേലിയ, കാനഡ, വേറെ കുറെ രാജ്യത്തും അതുപോലെ ആയി. നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് അത് ഇതായിട്ട് വരുന്നതൊക്കെ. സോ അത് വന്നാലേ കുറച്ചെങ്കിലും ശരിയാകത്തുള്ളൂ. ഇനി അധികം സമയം എടുക്കുന്നില്ല, ഇനി 1 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, സെൽഫ് മോട്ടിവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഭൂലോകത്ത് ഒരാൾ പോലും വിജയിക്കത്തില്ല. സെൽഫ് മോട്ടിവേഷൻ വെച്ചാല് ഫസ്റ്റ് ദേ മസ്റ്റ് ഐഡന്റിഫൈ ദർ സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡന്റിഫൈ ചെയ്തിട്ട് ദേ മസ്റ്റ് പെർസ്യൂ ദി സ്ട്രെങ്ത്. അതല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രെങ്ത് ആ ഇതിൽ ഐ എം ലക്കി ഇൻ എ വേ. എനിക്കും APJ അബ്ദുൽ കലാമും തോമസ് എഡിസനും പോലെയും എൻ്റെ പാരൻസിനും സ്കൂളിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. എൻ്റെ അച്ഛൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളായിരുന്നു, അമ്മ 5ാം ക്ലാസ് വരെ. അത് കാരണമാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചത്. എനിക്ക് അവരുടെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത, അവർ പ്രബുദ്ധരല്ലാത്തത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. എന്നുവെച്ചാൽ ഒരു പ്രഷറും ഇല്ലായിരുന്നു. ആൻഡ് ദേ ജസ്റ്റ് ലെറ്റ് മീ ഡു വാട്ട് ഐ വാണ്ടഡ് ടു ഡു. പിന്നെ ഷോർട്ട് കട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ ഐ വാസ് ചെറുപ്പനാളത്തിൽ തന്നെ മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഞാൻ ഡെവലപ്പ് ചെയ്തു. ഐ ലേൺ ഹൗ ടു മെമ്മറൈസ്. നമ്മുടെ അവിടുത്തെ ഒരു പരീക്ഷയും നമ്മുടെ ഇന്റലിജൻസ് അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ഇല്ല. ദേ ഓൾ ടെസ്റ്റ്, നിങ്ങൾ ലെക്ചർ ആയിരുന്നല്ലോ, ദേ ടെസ്റ്റ് യുവർ മെമ്മറി പവർ. ആ മെമ്മറൈസിങ് സ്കിൽസ് ഞാൻ വളർത്തിയ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും കൊച്ചു വെളുപ്പം കാലത്ത് എണീക്കത്തില്ല. അവിടെ വേറെ കുറെ പിള്ളേർക്ക് അവിടെ 5 മണിക്കൊക്കെ എണീപ്പിച്ച് എന്നെ അമ്മ പറയാം, അവിടെ അപ്പുറത്ത് അവര് എണീക്കുന്നത്, എൻ്റെ അടുത്ത് ചോദിക്കും, നീ എണീക്കുന്നില്ലേ? ഞാൻ പറയാം, ഒന്നും വേണ്ട, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അമ്മ പ്രഷറൈസ് ചെയ്തില്ല. ഞാൻ MBBS പഠിക്കുമ്പോൾ സെയിം തിങ്. MBBS ഞാൻ MD എക്സാമിനേഷന്, എൻ്റെ MD എക്സാമിനേഷൻ്റെ തലേ ദിവസം, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തലേ ദിവസം, വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ 2 സിനിമയാണ് കാണാൻ പോയത്, തിയേറ്ററിൽ പോയി. മാറ്റിനെയും ഫസ്റ്റ് ഷോയും. MD പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ പ്രീവിയസ് ഡേ ഐ വെന്റ് ആൻഡ് വാച്ച് 2 മൂവീസ്. എന്തുകൊണ്ട്? എനിക്ക് എന്റെ മെമ്മറി പവറിൽ അത്രയ്ക്ക് ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഇനി എന്തിനാണ് വെറുതെ ഇരുന്ന് തലേദിവസം കിടന്ന് കുത്തിയിട്ട് നിൽക്കുന്നത്? റിലാക്സേഷൻ.
റിലാക്സേഷൻ. ഐ പാസ് ദി എക്സാമിനേഷൻ ഇൻ ദി ഫസ്റ്റ് അറ്റംപ്റ്റ്. അതുകൊണ്ട് ചെയ്യേണ്ടത് കുട്ടികളുടെ മെമ്മറൈസിങ് സ്കിൽസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാമെന്നുള്ളത് പാരൻസ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അവർ പഠിച്ചു കഴിഞ്ഞാൽ ദേ ക്യാൻ. ഈ ഷോർട്ട് കട്ട് അതാണ്. ഈ പരീക്ഷ എല്ലാം ഓക്കെ, പാസ്സാണെന്നുണ്ടെങ്കിൽ മെമ്മറി പവർ. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു ഫോർ യുവർ ആഡ് ഓൺസ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. സാർ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാലോ. സന്തോഷം. ഇനി ആർക്കെങ്കിലും പാരന്റ്സിന് ആർക്കെങ്കിലും ഒരാളുടെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആരും ഇല്ലെന്ന് തോന്നുന്നു, കുട്ടികളും ഇല്ല. പാരന്റ്സ് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ആരും ഇത് പറയാത്തതുകൊണ്ട് ഓണായി. ഞാൻ ഇനി അടുത്ത 1 മിനിറ്റും കൂടി എടുത്ത് ഒരു കടയിൽ പറ്റുക റോൾ മോഡൽ ആകണം എന്ന് പറഞ്ഞു തന്നിട്ട്. റോൾ മോഡൽ അമേരിക്കയിലാണ് എൻ്റെ മകൻ 1.5 വയസ്സിലാണ് ഇവിടെ കൊണ്ടുവന്നത്. നൗ ഹീസ് 34. അവൻ ഇവിടെ നിങ്ങൾ അമേരിക്ക വന്നു കഴിഞ്ഞാൽ കൊക്കക്കോലയും പെപ്സിയും ഇതൊന്നും കുടിക്കാത്ത ചെറുപ്പക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏകദേശം അതുപോലായി. എൻ്റെ മകൻ കൊക്കക്കോലയും പെപ്സിയും കുടിക്കത്തില്ല. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ അവനത്ത് പറഞ്ഞ രണ്ടും നല്ലതല്ല ആരോഗ്യത്തിന്. ഞാൻ വീട്ടിൽ ഞാനും കുടിക്കാറില്ല. റോൾ മോഡൽ വെച്ചാൽ അച്ഛൻ കുടിച്ചുകൊണ്ട് മോൻ്റെ അടുത്ത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. കുടിക്കാറില്ല. എന്നിട്ട് വീട്ടിൽ നാരങ്ങ വെള്ളമാണ് കുടിച്ചു വെച്ചാൽ ഇപ്പോഴും ഹി ഡ്രിങ്ക്സ് ലെമൺ ജ്യൂസ്. അതിൻ്റെ അതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഹൗ റോൾ മോഡൽ നമ്മളാണ്. ആൻഡ് ഐ ഡോണ്ട് ഡ്രിങ്ക് ആൽക്കഹോൾ. അത് അവന് കാണുന്നത് എങ്ങനെയാണ്? പ്ലെയിനിൽ അമേരിക്കയിൽ നിന്ന് നാട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ 3-4 പ്ലെയിൻ എടുത്താണ് വരേണ്ടത്. പ്ലെയിനിൽ ഫ്രീ ആയിട്ട് ഈ ലിക്കർ അവർ സെർവ് ചെയ്യും. ഫ്രീ ആയിട്ട് വിസ്കി, മറ്റേ ഇത് വോഡ്ക എല്ലാം ഫ്രീ ആയിട്ട് തരും. ഞാൻ കുടിക്കാറില്ല. അപ്പോഴും നേരെ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുന്നത് അവൻ കാണുകയാണ് ചെറുപ്രായത്തിൽ തന്നെ. അത് കാരണം അവിടെ ഹിപ്പോക്രസി ഇല്ല. വാക്ക് ദി ടോക്ക്. ആൻഡ് ഹീസ് ഓൾസോ എ ടീടോട്ടലർ. താങ്ക് യു. താങ്ക് യു സാർ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, റോസിലി. പോയോന്ന് അറിയില്ല. ആരെങ്കിലും ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു. ആ മേഡം, നല്ല ക്ലാസ് ആയിരുന്നേ. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ട് പറഞ്ഞത്. അപ്പൊ അതൊരു കംപ്ലീറ്റ് ഹ്യൂമൺ അല്ല, കംപ്ലീറ്റ് മാൻ എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ് മാൻ ആൻഡ് വുമൺ. അപ്പൊ എല്ലാവരെയും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, വെറും സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നത് മാത്രമല്ല കാര്യം. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ജീവിതത്തിൽ അറിവുകൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതിലെല്ലാം മേഡം ടച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, എപ്പോഴും കുട്ടികളെ പഠിക്കുന്നു പറഞ്ഞാൽ കൂടുതൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ പോലെ തന്നെ നമ്മൾ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ഷൻസ് ഉള്ളത്. അപ്പൊ ബ്രെയിൻ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം തന്നെ ഉണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് എന്താ പറയണ്ടേ കൊടുക്കാൻ അങ്ങനെ ശ്രമിക്കുന്നില്ല. ഇപ്പൊ ആണ് കുറച്ച് വലിയ ന്യൂട്രീഷനിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ. സാർ പറഞ്ഞത് കറക്റ്റ് ആണ് സാറേ. ഞാനത് സ്ലൈഡിൽ ഉൾപ്പെടുത്താതിരുന്നതാണ്, കാരണം ലെങ്തി ആവുമെന്ന് വിചാരിച്ചിട്ട്. അത് ശരിയാണ് സാർ പറഞ്ഞത്, വളരെ correct. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അവർക്ക് നന്നായിട്ടുള്ള രീതിയിൽ ഒരു ഉറക്കമാണ് നമ്മള് നല്ല രീതിയിൽ ഈ ബ്രെയിനിനെ ഉണർത്തുന്നതും നല്ല രീതിയിൽ ഓപ്പൺ ആകുന്ന കാര്യങ്ങളും. അതിൽ ചിലപ്പോൾ വീട്ടുകാർ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. രാത്രിയൊക്കെ ഭയങ്കര സംസാരം അതും ഇതും കഴിഞ്ഞിട്ട് രാവിലെ സ്കൂളിൽ പോകാൻ നേരത്തെ തന്നെ എഴുന്നേൽക്കണ്ടേ, റെഡി ആവേണ്ടിട്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങളിൽ സ്കൂളിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു കാര്യം വരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. അപ്പൊ അതും കൂടി ആഡ് ചെയ്താല് അതൊരു അങ്ങനെ ഒരു സ്ലൈഡും കൂടി എന്റെ അടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പൊ ലെങ്തി ആയാലോ എന്ന് വിചാരിച്ച് ഞാനത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. സാറ് അത് പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ സാറേ. താങ്ക് യു. അത് നല്ല, എനിക്ക് മേഡത്തിന്റെ ക്ലാസ് നന്നായിട്ട് ഇഷ്ടമായി. എന്താ പറയണ്ട, അതിലെല്ലാം ഇങ്ങനെ ഒരു ഇതാണ് വേണ്ടത്. നമുക്ക് പുതിയ തലമുറക്ക് പുതിയ കാര്യങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു സംഭവമാണ് പുതിയതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അത് എല്ലാവരുടെയും ഇപ്പൊ എന്താ പറയണ്ട ഉണ്ടാവുന്നില്ല. അങ്ങനെ രീതിയിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഡെവലപ്പ് ചെയ്യണം ഓൾറെഡി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, മെനി താങ്ക്സ്. ഞാൻ പറയുന്നത് ഹലോ മാഡം, കേൾക്കാവോ? കേൾക്കാം. ഞാൻ വീഡിയോയിൽ വരാത്ത കാരണം കാണാൻ പറ്റുന്നില്ല കേട്ടോ. ആരാണ്? ഞാൻ ലൂതർ സ്കൂളിലെ ടീച്ചറാണ്. സന്ധ്യ എന്നാണ് പേര്. ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മാഡം പറഞ്ഞ ഓരോ പോയിന്റ്സും എല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. ഇപ്പം എന്നെ പെട്ടെന്ന് പറയണമെന്ന് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം അവരിപ്പം പരീക്ഷയിൽ മാർക്ക് വാങ്ങി കുറഞ്ഞു പോയി.
അത് കഴിഞ്ഞിട്ട് അവര് പിന്നെ റീടെസ്റ്റ് ഇടുമ്പോഴൊക്കെ 1 മാർക്ക് കൂടിയാലും ചിലപ്പോൾ പാസ്സാവണമെന്നില്ല. എന്നാലും നമ്മൾ ആ അവര് പാസ്സായില്ലെങ്കിൽ കൂടി 1 മാർക്ക് കൂടിയതിനൊരു അപ്രീസിയേഷൻ കൊടുക്കുക. ആ എക്സാം ഓക്കെ അറ്റൻഡ് ചെയ്തതിനൊരു അപ്രീസിയേഷൻ. ആ കുട്ടികൾക്ക് അപ്രീസിയേഷൻ ആണ് വേണ്ടത് ശരിക്കും പറഞ്ഞ. ഓക്കെ അതാ അവരെ കറക്റ്റ്. മനസ്സിൽ വെച്ചുകൊണ്ട് അതൊരു കാര്യം പറയാനായിരുന്നു മാം. ഓക്കെ, ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞാൻ ഇപ്പൊ ഒരു കാര്യം ഓർത്തു പോയതാണ്. ഞാൻ ഈ റിട്ടയർമെന്റിന് ശേഷം ഞാൻ ഒരു കുട്ടിക്ക് ഒരു ട്യൂഷൻ എടുക്കുന്നത്. ഈ പോളിടെക്നിക്കിൽ ഫെയിലായ 8 വിഷയത്തിന് ഫെയിലായ ഒരു കുട്ടി എൻ്റെ അടുത്ത് ട്യൂഷൻ വരാണ്. അപ്പൊ അവൻ വന്നപ്പോ തന്നെ ഞാൻ ആദ്യമായിട്ട് അവന്റെ ബുക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണല്ലോടാ എന്ന് പറഞ്ഞു. എന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്. അപ്പൊ ആ കുട്ടിയെ വീട്ടിൽ ചെന്നിട്ട് ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞത്ര ആദ്യമായിട്ട് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞതാണ് എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. അപ്പൊ 20 കൊല്ലം 18 കൊല്ലം ആ കുട്ടി 20 വയസ്സുണ്ട് ആ കുട്ടിക്ക്. അപ്പൊ അത്ര കൊല്ലം പഠിച്ചിട്ടും ആരും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഇതൊക്കെ ടീച്ചർമാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളായാലും അവരോട് അത് പറഞ്ഞ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട്, അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ചെറുതല്ല. താങ്ക് യു ടീച്ചർ. താങ്ക് യു. ടീച്ചർ ഓക്കെ, താങ്ക് യു. സമയമായെന്ന് തോന്നുന്നു അല്ലെ? 8:05. അപ്പൊ താങ്ക് യു സാറേ. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഞാനാണ് ഹോസ്റ്റ്, ആരുമില്ല. ഷജീല ഇറങ്ങി, ആ കുട്ടിക്ക് വേറെ എന്തോ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ സാറേ, താങ്ക് യു. ഓക്കെ അംബിക. അതാരാണ്? റോസ്ലിയാണോ? റോസ്ലിയാണ്. ഓക്കെ, താങ്ക് യു കൊള്ളാം, റോസ്ലി. കൊള്ളാം, ഒന്ന് നല്ല ക്ലാസ്. അല്ലെ ആരെങ്കിലും ഒന്ന് ആ വീഡിയോ ഒന്ന് ആൺ ചെയ്ത് കഴിഞ്ഞാല് ഇത് അശരീരി കേൾക്കുന്നത് വളരെ ബോറാണ്. അശരീരി അതെ. ഒന്ന് വീഡിയോ ഓൺ ചെയ്തത് ഒന്ന് കഴിഞ്ഞാല് കുറെ ഇതായിരിക്കും. ആരാണെന്നുള്ള കാണാമല്ലോ, രൂപവും കൂടെ കാണാമല്ലോ. ഓക്കെ, അതെന്റെ താങ്ക് യു. ഫ്രണ്ടാണ് റോസ്ലി. റോസ്ലിനെ ആയിക്കോട്ടെ, കണ്ടതിൽ ഫ്രണ്ടോ ഒരുപാട് എനിമിയോ? സന്തോഷം. ഓക്കെ. ഞാൻ രണ്ടുപേരുടെ ക്ലാസ്സുകൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ഞാനും റിട്ടയർഡ് ടീച്ചറാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റ്. ഡോക്ടർ പറഞ്ഞതും വളരെ കറക്റ്റ്. ടീച്ചേഴ്സിനെ മാത്രം കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പാരന്റ്സ് ആയിരിക്കണം റോൾ മോഡൽ. കറക്റ്റ് ആണ്. പിന്നെ അംബികയ്ക്ക് ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അംബികയ്ക്ക് അതെല്ലാം കൂട്ടിച്ചേർത്ത് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യണം. അപ്പോ അംബിക എഫേർട്ട് എടുത്തത് സൂപ്പർ, കൊള്ളാം. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഓക്കെ, ഇത് യൂട്യൂബിൽ ഉണ്ടാവും, അത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമുക്ക് അതിനകത്തും കുറച്ച് പേര് കാണും. സന്തോഷം, നമുക്ക് അത്രേ ഉള്ളൂ. അപ്പൊ റോസ്ലി വന്നതിൽ വളരെ വളരെ സന്തോഷം കേട്ടോ. എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഒരു പ്ലാറ്റ്ഫോമിൽ വന്നല്ലോ, വളരെ വളരെ സന്തോഷം. ഒരു സെക്കൻഡ് റോസ്ലിജി, നിങ്ങളുടെ പേര് അതിൽ മാറ്റണേ. നിങ്ങളിപ്പോ ഈ ജോർജ് ഗൂഗിൾ പിക്സൽ അതൊന്ന് ഈസിയാണ്. റീനെയിം അതിലോട്ട് കയറി കഴിഞ്ഞാൽ റീനെയിം, അപ്പൊ ആളത് അറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓക്കെ റോസ്ലി, താങ്ക് യു. അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ചേരുക കേട്ടോ. റോസ്ലി ടീച്ചറായിരുന്നു. ഓക്കെ, സന്തോഷം. ഓക്കെ, അപ്പൊ പ്രാർത്ഥനകളും ആശംസകളും. ഓക്കെ, ബൈ. താങ്ക് യു. അപ്പൊ സാറേ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. സമയം 8:03 8:08. വൈൻഡപ്പ് ചെയ്തേ സാറേ. ആരെങ്കിലും ഉണ്ടോ ഇനി? ആരും ഇല്ലെന്ന് തോന്നുന്നു. വൈൻഡപ്പ് ചെയ്തേ സാറേ. ഓക്കെ, ഗോ അഹെഡ്. റൈറ്റ്. ബൈ.